പുല്ല് കൊടുക്കുന്നത്? ഇവിടെ കിടന്ന് കമ്പിളിപ്പുറത്ത് എവിടെ? ആരും തെറ്റിദ്ധരിക്കണ്ട, നേരത്തെ കേട്ടത് ഞാനിട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, എൻ്റെ മോനിട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടാണ് അമ്മമാർക്ക് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. എല്ലാവരും ചോദിച്ച പോലെ തന്നെ ഐ മേക്കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുള്ളവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാൻ ആദ്യം ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഐ ഷാഡോ ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ളതാണ് ഇട്ടേക്കുന്നത്. അത് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലധികം ബ്രൈറ്റ് ആയിട്ടല്ല ഇടുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഐ മേക്കപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐബ്രോ ഒന്നും ഞാൻ വെറുതെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അടുത്തത് ഇനി നമുക്ക് ആ ഐബ്രോയുടെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളുടെ ഐ ഷാഡോ പാലറ്റിൽ ഏതാണോ കുറച്ച് ഗ്ലിറ്ററി ആയിട്ട് ലൈറ്റ് കളറായിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും കിട്ടണില്ല. പിന്നെ ഈ വോയിസ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം സൈലൻ്റ് ആയിട്ടിരിക്കണം. പിന്നെ എൻ്റെ മോൻ അങ്ങനെ അടങ്ങിയിരിക്കാത്ത ടൈപ്പായ കാരണം അവനിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ആൺകൊച്ചുങ്ങളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐലൈനർ ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെബിലൈൻ്റെ കൊളോഷ്യൽ കാജലാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ ഐലൈനർ യൂസ് ചെയ്തപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോട്ടിൽ എന്തായാലും നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് കിട്ടത്തില്ല. ഒരു 2-3 കോട്ടെങ്കിലും, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ഐലൈനർ എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ ടെയിലിട്ട് കൊടുക്കാനായിട്ട് ഇഷ്ടമായിട്ട്. എല്ലാവർക്കും അതിഷ്ടപ്പെടണമെന്നില്ല. ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടെയിലിട്ട് കൊടുക്കാറായിട്ടുണ്ട്. അടുത്തത് ഞാൻ മെബിലൈൻ്റെ തന്നെ കൊളോഷ്യ കാജൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് താഴെ ഒന്ന് വരച്ചു കൊടുക്കാം. ഡാർക്കായിട്ട് വരച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പം നോർമലി ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഞാനിതിപ്പോൾ എടുത്തേക്കുന്ന റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. അതിൽ ആ ഡാർക്കർ ഷെയ്ഡും അതിൻ്റെ മുകളിലുള്ള ആ ഗ്ലിറ്ററി ടൈപ്പുമാണ്. അത് തന്നെയാണ് ഞാൻ മുകളിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടിയിലൊന്ന് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ണൊന്ന് കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നിക്കും, ഒന്ന് എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. എന്നിട്ട് ഞാൻ ഐലൈനർ വെച്ച് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ആ പോയിൻ്റ് ഭാഗത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പല ടൈപ്പിൽ ഞാൻ ഐലൈനർ എഴുതാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നേക്കുന്നത്. ഇതേപോലെ തന്നെ ഐ മേക്കപ്പ് ഞാൻ വേറെ വീഡിയോയിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എങ്ങനത്തെയൊക്കെയാണ് വേണ്ടത്, എങ്ങനത്തെ ലുക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ട്രൈ ചെയ്ത് ഞാൻ വീഡിയോ എടുത്ത് ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ ഡാർക്കർ ഐ ഷാഡോ ഇല്ല, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമ്മളത് എത്രത്തോളം ചെയ്യുന്ന അത്രയും നമ്മുടെ കണ്ണ് നല്ല ബ്രൈറ്റായിട്ട് തോന്നിക്കും നമുക്ക്. ഇനിയിപ്പോൾ ഇങ്ങനെ ഐലൈനറൊന്നും എഴുതാണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകണമെന്നുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മളിതിപ്പം ഞാൻ ലൈറ്റ് കളറിൽ ഐ ഷാഡോ എടുത്തില്ലേ, ആ ഒരു കളർ എടുത്തിട്ട് ജസ്റ്റ് മുകളിലും താഴെയും ഒന്ന് ഇട്ട് കൊടുത്ത് മസ്കാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ബ്രൈറ്റ്നസ് തോന്നിക്കും നമുക്കിപ്പോൾ കണ്ണ് എഴുതിയില്ലെങ്കിലും തന്നെ. ഞാനങ്ങനെ ചില ടൈമിൽ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.